ഫ്രണ്ട്സ് ഇതാ എൻ്റെ വലിയ ബ്രദർ ചെറിയേട്ടൻ കണ്ടോ, പുള്ളി നല്ലൊരു കുക്കാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വകയാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് ഞങ്ങൾ കുറച്ച് നാൾ ഇതായിരുന്നു, നോണൊന്നും കഴിക്കാണ്ട് ഫുൾ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഏട്ടനൊരു നല്ലൊരു ചിക്കൻ കറിയുടെ വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ്. വളരെ സൂപ്പറാണ് പുള്ളിയുടെ ചിക്കൻ കറിയും അതുപോലെ ഫിഷ് കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഏട്ടൻ ഒരു കാറ്ററിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഏട്ടൻ വയ്യാണ്ടായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ, കുറേ സവാള ഉണ്ട്, കുറേ സവാള എടുത്തിട്ടുണ്ട് അല്ലേ? സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി എല്ലാം കൂടി. സവാള ആദ്യം മൂപ്പിക്കുക, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി എല്ലാം മിക്സിയിലിട്ട് അടിക്കുക, ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് ഇത് നല്ല മൂത്തതിന് ശേഷം അതിലിട്ടിട്ട് ഫ്രൈ ആക്കുക. ചെറിയ ഉള്ളി ഇപ്പം നമ്മൾ ഇട്ടിട്ടില്ല, ഇപ്പൊ സവാള മാത്രം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് ഏകദേശം അതും കൂടി ഇടുമ്പോൾ പിന്നെ ഇത് ചുവന്ന കളറാവും. അതിക്ക് നമ്മൾ മസാല ചേർത്ത് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നല്ലോണം കഴുകി വെച്ച ചിക്കൻ അതിലിട്ടിട്ട് വെള്ളം ചേർക്കാൻ പാടില്ല, അങ്ങനെ തന്നെ ഫ്രൈ ആക്കുക. അടച്ചു വെച്ച് 10 മിനിറ്റ് കൊണ്ട് ചിക്കൻ വരിക. ഓക്കെ അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ. അപ്പോൾ നോക്കാം, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ സവാള ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഇതിലുള്ള ചരിവുകൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത് കുറേ എടുത്തിട്ടുണ്ടല്ലേ? നമുക്ക് എത്ര കിലോ ചിക്കനാണ്? നമുക്കൊരു 3 കിലോ 3 കിലോ ചിക്കൻ. അതിക്കുള്ള ചിക്കൻ. ഓക്കെ, ഇതെല്ലാം നന്നായിട്ട് ചതക്കല്ല അരക്കല്ലാത്തൊരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കണം അല്ലേ? ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ അടുപ്പിൻ്റെ മുകളിലൊക്കെ കെട്ടി കൊടുക്കാൻ മതി. ഓക്കെ, ഇനി ഇതിക്ക് വേണ്ട ഐറ്റംസ് 3 തക്കാളി അല്ലേ? 3 തക്കാളി, 3 വലിയ തക്കാളിയാണ് എടുക്കേണ്ടത് അല്ലേ? 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കുറേ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ എന്താ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് ഏട്ടൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൂപ്പരുടെ ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ടേസ്റ്റാണ് മൂപ്പരുടെ ചിക്കൻ. അതിക്ക് കോമ്പിനേഷൻ എന്ന് പറയാൻ ഏട്ടൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കാറ് സാധാരണ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറില്ല, ഇന്ന് സാധാ ചോറേ ഉള്ളൂ, അതിക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എൻ്റെ അനിയത്തി അവരൊക്കെ ഇന്ന് വൈകിട്ടോടു കൂടി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകും. ഇത്രയും ദിവസം അമ്മ മരിച്ചിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. 16 അമ്മയുടെ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എല്ലാവരും പോണേന് വലിയ സങ്കടം. ഇതാ ഏടത്തിയമ്മ നിൽക്കണുണ്ടല്ലേ, ഏടത്തിയമ്മയ്ക്കും വലിയ സങ്കടമായിട്ടുണ്ട് ഞങ്ങളെ വിട്ട് പോവാൻ. പക്ഷെ എന്ത് ചെയ്യാം, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ച് ഏട്ടൻ്റെ ചിക്കൻ കറിയിലേക്ക് തന്നെ വരാം. തക്കാളി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം കുഴമ്പ് രൂപത്തിലാവും. ഓക്കെ, എന്നിട്ട് നല്ല ഗ്രേവി ഉണ്ടാവില്ല അധികം അല്ലേ? വലിയ ഉണ്ടാവില്ല. ഓക്കെ, കടായി മാതിരി. ഓക്കെ, പിന്നെ ഏട്ടൻ ഇതിലിപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടോ? കുറച്ച് മൂക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അതിൽ സവാള നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഏട്ടൻ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊന്ന് വഴറ്റി വരട്ടെ. അതുവരേക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. എൻ്റെ എൻ്റെ അനിയൻസാണ്. ആള് ഇതേ ചിക്കനൊക്കെ ചെറിയേട്ടൻ അവിടെ ചിക്കൻ കറികളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അനിയൻ ചിക്കൻ കടായി ചിക്കൻ ഇത് വീഡിയോ എടുക്കാനേ. ഇതൊക്കെ കണ്ട ചിക്കൻ ഒക്കെ ക്ലീനാക്കി കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ. ഇത് ചെറിയേട്ടൻ്റെ മോനാണ്.
എന്തോ കാര്യമായിട്ട് ഇന്ന് തിന്നുണ്ട്. അപ്പോൾ ചിപ്സാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ എൻ്റെ കത്തില്ലല്ലോ. കാരണം ഇത് പോയോ, ഫീസായോ? കണ്ടോ, ഇതാണ് എൻ്റെ വലിയ ഏട്ടൻ. കണ്ടില്ലേ, എൻ്റെ ബിഗ് ബ്രദർ. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ അംഗം. എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. ഇത് എഴുത്തിയമ്മ, വലിയ എഴുത്തിയമ്മ. ഏട്ടൻ്റെ മക്കളുണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും വരും. അപ്പോൾ ഇന്നത്തോടു കൂടി എല്ലാവരും ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞ് പോവും. പിന്നെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുമല്ല കേട്ടോ, വെറുതെ ഇന്ന് സിനിയ തന്നെ പരിപാടി. അതോ ഇല്ല, ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ അതെ, അപ്പോൾ ചെറിയേട്ടനെ കണ്ടല്ലോ, അനിയനെ കണ്ടല്ലോ, ഇതാ വലിയേട്ടനെ കണ്ടല്ലോ, പിന്നെ ജയനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഇന്ന് ഇതായിരുന്നു 16 അപ്പോൾ എല്ലാവരും വന്നതാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, ഇവിടെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ പോയി, തിരുനാവായി പോയി ബലികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. വീട്ടിലെ ബന്ധുക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പോയി, പാരൂല. ഇനിയിപ്പോൾ വൈകിട്ട് ഒരു ചെറിയ പരിപാടി, അതും കൂടെ കഴിഞ്ഞ് എല്ലാവരും പോവും. പിന്നെ ഞങ്ങൾ മാത്രമായി. കുട്ടിപ്പട്ടാളങ്ങൾ അവരുടെ സമയം കളയുന്നത്. ഇതിൻ്റെ ഇളയ എൻ്റെ ഭാര്യ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചില വീഡിയോകളിലൊക്കെ ആളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആകെ ഫീലിങ്സിലാണ്. കാരണം അമ്മയെ നോക്കിയിരുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ആൾക്കുണ്ട്. ആ അതെയോ, കണ്ടോ, ഭയങ്കര നാണാണ് ആൾക്ക്. എന്താ ചെയ്യുക? ഇതാ കണ്ടോ, ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്തോ. അപ്പോൾ നമ്മുടെ ഏട്ടൻ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെ പൊടി ഇട്ടു? പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇതൊന്നിട്ട് നെയ്യായി പേസ്റ്റ് രൂപത്തിലാവും. അതിന്റെ കളർ മാറും, റെഡ് കളറാവും. അത് നമ്മൾ ചിക്കനും കൂടി ഇടുമ്പോൾ ചിക്കനും തന്നെ നല്ല ചുവന്ന കളറിലാണ്. ഇതിപ്പോ കാശ്മീരി ചില്ലി പൗഡർ ആണോ? അല്ല, സാദാ പൗഡർ. ആ ഓക്കെ ഓക്കെ. ഏട്ടൻ നന്നായി കുക്ക് ചെയ്യും, അതുകൊണ്ട് ഏടത്തിയമ്മ രക്ഷപ്പെട്ടു. ചെറിയേട്ടനും വലിയേട്ടനും അനിയന്മാരും 2 ആളും 4 ആളും നന്നായി കുക്ക് ചെയ്യും കേട്ടോ, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതെ, അപ്പോൾ കണ്ട അതിൻ്റെ ഒരു ചേഞ്ച് അടിപൊളി. ഇനി ഇത് ഒന്നും കൂടെ ഫ്രൈ ആയി വരണല്ലേ? ഓക്കെ ആ ഓക്കെ ഓക്കെ. അത് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് സദ്യക്കൊക്കെ വേണ്ടി ഞങ്ങൾ തൽക്കാലം ഈ അടുക്കളയിലൊന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ എന്താ പഴയൊരു അടുക്കളയാണ് കേട്ടോ. ചായ ഉണ്ടല്ലേ, ചായ. ഓക്കെ. അപ്പോൾ അതാ കുറച്ച് കറിവേപ്പില ഇടാൻ പോണു. ചിക്കൻ ഏട്ടൻ്റെ അനിയനും കൂടെയാണ് വെപ്പ് കേട്ടോ. കൂട്ടത്തിൽ ഏർത്തിയമ്മയുടെ ഒരു കയ്യൊപ്പം ഉണ്ട്. വെള്ളമല്ലാതെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചിക്കൻ മസാല നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളുടെ കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ഇനി വഴറ്റിയിട്ട് പിന്നെ പാകത്തിന് ഉപ്പിട്ട് അടച്ചു വെക്കിയെന്നല്ലേ പറഞ്ഞ? ഓക്കെ. നല്ല കാറിൽ. ഓക്കെ. ഇതാണ് ഇനി ഇതിൽ പാകത്തിന് ഉപ്പ് ഇട്ടില്ലേ? അടിപൊളി. കുറച്ച്
മതി ആ മതി മതി. ആ ഓക്കെ, കുറച്ചിട്ടതാണല്ലോ അല്ലേ? അപ്പൊ അത് മസാലയിൽ ഉപ്പുണ്ടാവും. ആ ഓക്കെ ഓക്കെ. ആ പിടിക്കാത്ത ഉപ്പ് മാത്രം. ഇതാ വരുന്നു, ഒരു മിനിറ്റ്. ചിക്കനില് പിടിക്കാത്ത ഉപ്പ് മാത്രം മതി. ഓ ശരി ശരി. ഇതാ വന്ന, ഒരു മിനിറ്റ്. ഓക്കെ, അടച്ചു വെച്ചാൽ ഓക്കെ. അതെ, അടച്ചു വെച്ചാൽ ഇനി ഓക്കെ. വേണ്ട, ഒരു ചായ എടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിൻ്റെ ചായ ഏട്ടൻ ഒക്കെ അടച്ചൊക്കെ ഭദ്രാക്കിയിട്ട് പോവുകയാണ് കേട്ടോ. അരമണിക്കൂർ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഏട്ടൻ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ അടച്ചൊക്കെ വെച്ച് പോയിട്ടുണ്ട് ആൾ കേട്ടോ. ആൾ ചായ കുടിക്കാൻ പോയി. അവിടെ കിടന്നാവട്ടെ അല്ലേ. തുറക്കുന്നില്ല. പുള്ളിയുടെ ഒരു സ്പെഷ്യൽ വെപ്പാണത്. പക്ഷേ പുള്ളി എന്തൊക്കെ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കാം അല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, അനിയച്ചാർ ക്ഷീണിച്ച് അവശനായി, കുറച്ച് ദിവസങ്ങളായിട്ട് ഓട്ടം തന്നെ ഓട്ടം. ഒന്ന് ചായ കുടിക്കുകയാണ്. നിങ്ങളൊക്കെ തടിയുടെ രഹസ്യം കണ്ട, അതൊക്കെ തന്നെയാണ് ഈ തീറ്റ. ചായ കുടിക്കുക, ചിപ്സ് തിന്നുക, ചായ കുടിക്കുക, ചിപ്സ് തിന്നുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടോ ഒന്നും കൂടെ കണ്ടോ, കാണാൻ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇനി ഇത് ഒന്നുകൂടെ വറ്റണം അല്ലേ, ഒന്നും കൂടെ വറ്റണം കേട്ടോ. അടിപൊളി. എന്താ നമ്മളെ ഏട്ടൻസ് സൂപ്പറാണ്, മൂപ്പര് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ അടക്കണം. അതെ, എന്നാൽ പകുതി അടച്ചു വെക്കായിരുന്നോ? അതെ, ചിലപ്പോൾ ഇവിടുന്ന് വല്ല മാറാനും നമ്മൾ ഉപയോഗിക്കാത്ത അടുക്കള ഇതുണ്ട്. ഓക്കെ, അപ്പോൾ പകുതി അടച്ചു വെച്ചിരിക്കണം, ഒന്നും കൂടെ വെള്ളം വറ്റാണ്ട്. ഓക്കെ, എൻ്റെ വെല്ലമണി ഒന്ന് റെഡി ആയിട്ട് വന്നു. ചിക്കൻ ചിന്ന വന്നിട്ടുണ്ട്. ബെല്ലുവിന് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ, ഇൻസ്പെക്ഷന് കുഞ്ഞനിയനും വന്നിട്ടുണ്ട്. കണ്ടോ, കണ്ടു, ഇഷ്ടപ്പെട്ടു. നോക്കി, നല്ല ഡ്രൈ ആണ് അതിൻ്റെ ഇത്. കറികളൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇൻസ്പെക്ഷൻ നടത്താൻ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതാണ്ട് അല്ലേ ഗ്രേവിയൊക്കെ വറ്റി ഉഷാറായിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഗ്രേവി വേണ്ട, ഇതിന് ഇനി വറ്റിക്കണോ? ഇതാ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള ചിക്കൻ, അടിപൊളി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് കേട്ടോ. ആരെങ്കിലും വരികയാണോ ഒന്നിന്? ചെക്കൻ വെറുതെ അല്ല അവിടുന്ന് ഓടിയത്. ഒന്നുകൂടെ വെക്കണം അല്ലേ? സൂപ്പർ അല്ലേ? തിന്നുണ്ടല്ലേ ഫ്രണ്ട്സ്? കണ്ടോ, ചൂടുണ്ടാവും. ഓക്കെ, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈ അടുക്കള നമ്മൾ ഉപയോഗിക്കാത്ത അടുക്കളയാണ്. ഗ്യാസിന് ലാഭമല്ലേന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് വെച്ചാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി. പിള്ളേരെ കൊണ്ട് തിരിക്കാം. അടിപൊളി അല്ലേ? എന്താ വേണ്ടേ? ആ ചേച്ചി സെറിന് വരുന്നുണ്ട്. ഇതാ പിന്നെ വലിയേട്ട ടേസ്റ്റ് ചെയ്യാൻ കൊടുന്ന തറക്കണേ. പുകല ആ മെല്ലെ കൊണ്ടുവരും. അത്യാവശ്യം, പക്ഷെ രുചിയുണ്ട് അതിനുള്ള. എങ്ങനെയുണ്ട് ഏട്ടാ?
മണം കേട്ട് ഓള് ചാടി വന്നു. ജോലി അല്ലേ ലീവ് അല്ലേ? ഉച്ചക്ക് കണ്ടില്ലല്ലോ. ആരെ പൂട്ടിട്ട് ഇറക്കായിരുന്നു. എന്റെ ചേച്ചിയാണ്. ചേച്ചി ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്. അവരിന്ന് വന്നതാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഉണ്ണാണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി.